70% മലകൾ നിരന്നിരിക്കുന്ന ജപ്പാനിൽ യാത്രക്കായി 1700-കളിൽ തന്നെ ടണലുകൾ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ 11,000-ത്തിലധികം ടണലുകളുണ്ട്. ഇതിൽ ഏറ്റവും നീളം കൂടിയത് 18 കിലോമീറ്ററോളം നീളം വരുന്ന യമാതോ ടണലാണ്. പിന്നെ ഈ ടണലുകൾ അധികവും എക്സ്പ്രസ് വേകളാണ്. അതുകൊണ്ട് തന്നെ ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നവരൊക്കെ ഇതിലൂടെ യാത്ര ചെയ്യാൻ കഴിയും. വളരെ വേഗതയിൽ പോകുന്ന റോഡുകൾ ആയതുകൊണ്ട് തന്നെയാവാം ഇതിൽ അധികവും വൺ വേ ടണലുകളാണ്. റോഡുകൾ സൂപ്പർ ആയതുകൊണ്ട് തന്നെ നമുക്ക് എത്ര ദൂരം വേണമെങ്കിലും യാത്ര ചെയ്യാം. റോഡുകൾ മാത്രമല്ല കേട്ടോ, അവിടുത്തെ ഡ്രൈവിങ്ങും അങ്ങനെ തന്നെയാണ്. നമ്മളെ ആരും ഹോണടിച്ച് ശല്യപ്പെടുത്തുകയോ ഓവർടേക്ക് ചെയ്യാനോ ഒന്നും ആരും വരില്ല. പിന്നൊരു കാര്യം, റോഡുകൾ സൂപ്പർ ആയിട്ട് മാത്രം കാര്യമില്ല, ഡ്രൈവിംഗ് റൂൾസുകൾ പാലിക്കാൻ എല്ലാവരും തയ്യാറാവണം. എങ്കിൽ മാത്രമേ സേഫായിട്ട് യാത്ര ചെയ്യാൻ പറ്റൂ. ഇതുപോലെ എത്ര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടാണെന്നറിയും ഇവിടുത്തെ റോഡുകൾ. എക്സ്പ്രസ് വേയിൽ ചെറിയൊരു ട്രാഫിക് ജാം വന്ന സമയത്തുള്ള വീഡിയോ ആണ് കേട്ടോ അത്. ഒരു വണ്ടി പോലും ഓവർടേക്ക് ചെയ്യുകയോ ഹോണടിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല.